ോട് കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ, കഴിഞ്ഞ റബീഉൽ അവ്വൽ, അടുത്ത റബീഉൽ അവ്വൽ നബിദിനത്തിൻ്റെ 1500-ാം വർഷമാണ് അടുത്ത റബീഉൽ അവ്വൽ. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സ്വലാത്താ ചൊല്ലേണ്ടത്? ഒരാളിനോട് ചോദിച്ച്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എളുപ്പമുള്ള ഏത് സ്വലാത്താണ് ഉള്ളത് എന്ന്. സ്വലാത്ത് തന്നെ പ്രയാസമാണ്, പിന്നെ എളുപ്പമുള്ള സ്വലാത്ത് വേണമെന്ന് വെച്ചാൽ കുറച്ച് അടങ്ങാറാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ സ്വലാത്ത് 4-മത്തതാണ്. അതിൻ്റെ മുന്നേ 3 ചെയ്യണം. സ്വലാത്ത് 4-മത്തെ കാര്യമുള്ളൂ. 1-മത്തെ കാര്യം അടങ്ങാത്ത ആഗ്രഹമാണ്. മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പൂതി എന്ന് പറയും. പൂതി, നല്ലോണം പൂതി വേണം. ആഗ്രഹം ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല, പൂതി തന്നെ വേണം. ആഗ്രഹത്തേക്കാൾ വലുതാണ് പൂതി. നമ്മളാ പിന്നെ പുത്തനത്താണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കോട്ടക്കലിൻ്റെയും വളാഞ്ചിൻ്റെയും ഇടയിൽ. പുത്തനത്താണി എന്നാണ്ട് ഉള്ളോട്ട് പോയിട്ട് അവിടെ ഇരിങ്ങാവൂർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പൂതിപ്പാപ്പ മൂപ്പരിങ്ങനെ അടക്കം അങ്ങാടി കൂടെ അങ്ങനെ നടക്കും. എന്നിട്ട് പറയും, പെണ്ണെട്ടാം പൂതി ഇക്കായില്ലാത്ത കേട് എന്ന് പറയും. അപ്പോൾ കുട്ടികളെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. കുട്ടികൾക്ക് പിന്നെ എളുപ്പമുണ്ടല്ലോ പേരിടാൻ. അങ്ങനെ ഇട്ട് പൂതിപ്പാപ്പ. മുഹിയുദ്ദീൻ എന്നോ കുഞ്ഞു മുഹമ്മദ് എന്നോ അങ്ങനെ എന്താണ്, കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര്. അവിടെ മക്ബറൊക്കെ ഉണ്ട്, വലിയ മക്ബറൊക്കെ ഉള്ള ആളാണ് പൂതിപ്പാപ്പ. പെണ്ണെട്ടാം പൂതി ഇക്കായില്ലാത്ത കേട് എന്നാണ് മൂപ്പര് അങ്ങനെ പറഞ്ഞാണ്ട് അടക്കും. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ പെണ്ണെട്ടാൻ പൂതി തന്നെയാണ്, കായില്ലാത്ത കേടുമുണ്ട്. മൂപ്പര് കരുതിയ പെണ്ണെട്ടൽ ഇവിടുന്നല്ല എന്ന് മാത്രം. അത് സ്വർഗത്തുനിന്ന് പെണ്ണെട്ടാനാണ് മൂപ്പർക്ക് പൂതി. അതിന് ചില്ലറ പൈസ ഒന്നും ഉണ്ടായാൽ കിടക്കൂല, നല്ല നോട്ടിൻ്റെ കെട്ടണ്ട് വേണ്ടി വരും. അതാണ് മൂപ്പര് പറയണത്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. തഴവോസ്താദിൻ്റെ അൽമവാഹിബുൽ ജലിയ 10 വാള്യങ്ങളാണ്. 10-ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം. അതിലെ അവസാനത്തെ വരിയാണ് ഇപ്പോൾ ഞാൻ ചൊല്ലണത്. അവസാനത്തെ വരികൾ 10 വാള്യത്തിലെ 10-ാമത്തെ വാള്യത്തിലെ അവസാനത്തെ അധ്യായമാണ് സ്വർഗം. അതിൻ്റെ അവസാന ഭാഗമാണ് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ്ദാഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ദയ്യാനേ. സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സെയ്തി ചേർക്കണമേ. ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതാണ് പൂതിപ്പാപ്പ. അപ്പോൾ പൂതി വേണം 1-മത്തെ കാര്യം. ആഗ്രഹം പോരാ, അഭിലാഷം പോരാ, പൂതി വേണം. അടങ്ങാത്ത ആഗ്രഹം. അടങ്ങാത്ത ആഗ്രഹമുള്ള ഏത് കാര്യവും ഉറക്കത്തിൽ കാണും. ഒരാൾക്ക് കുവൈത്തിൽ പോകണമെന്ന് ആഗ്രഹമായി. ആഗ്രഹം തന്നെ ശക്തമായ ആഗ്രഹമാണോ, അവൻ ഉറക്കത്തിൽ പോയിരിക്കും. പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, യാത്ര പറയണ്ട, ലഗേജ് വേണ്ട, കന്തൂറ വരെ വേണ്ട, പോയിക്കോളും. അപ്പോൾ 1-മത് വേണ്ടത് അതാണ്. അവകാശവാദം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കണ്ട തിരക്കേടുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും കാണൂല. കണ്ടേ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചാൽ കാണാൻ ചെയ്യും. അതാണ് 1-മത്തെ കാര്യം, അടങ്ങാത്ത ആഗ്രഹം. 2-മത്തേത് കണ്ടത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പിശാച് ഉറക്കത്തിൽ വരൂല, ഉണർച്ചയിലും വരൂല. അതിന് നബി തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബി തങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിന് നബി തങ്ങളങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ അംബിയ ആണ്.
അഷ്റഫുൽ അംബിയാ മാത്രമല്ല അഷ്റഫുൽ ബഷറാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ബഷർ മാത്രമല്ല അഷ്റഫുൽ ഖൽഖാൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയാ ആണ്. അംബിയാക്കളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഹല്ലുക്കും ഫിദ്ദുന്യായിയായ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറിൽ ആദ്യമായി ഷഫാഅത്തിന് വിളിക്കുന്നത് നമ്മളെക്കാരം. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കാരണം. നാളെ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മക്കായിരിക്കും. എന്തേ കാരണം? മുഹമ്മദ് നബിയാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്തിൻ്റെ അസ്ല് അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അധ്യക്ഷ ഭാഷണത്തിൽ ഷമീം ഫൈസി പറഞ്ഞ ഒരു വാചകമാണത്. ബറക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. നബി തങ്ങളുടെ ചുണ്ടെങ്ങനെയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീശ എങ്ങനെയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് എങ്ങനെയാണ്. നീണ്ട് വളഞ്ഞ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. തബസ്സും 3 തരം ചിരികളാണുള്ളത്. ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ്. 2 തബസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ്. 3-മത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ്. അതിൽപ്പെട്ടതാണ് പൊട്ടിച്ചിരി. പുഞ്ചിരി എന്ന് പറയുന്ന തബസ്സുമും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം 2 എണ്ണമാണ്. പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ്. ഇന്നമാക്കാനയ തബസ്സമു വലായുറാദി റാസുഹു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അലാക്കിൻ്റെ ഒച്ചയിലാണ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അങ്ങനെ നബി തങ്ങളങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. മുസ്തഫ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല. അങ്ങനെ മുത്തുനബിയുടെ ശരീരം ഇങ്ങനെ പഠിക്കണം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെ പഠിക്കണം. തിളങ്ങുന്ന ശരീരമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. വെളുത്ത ശരീരമാണെങ്കിലും അതിൽ ചുവപ്പ് കയറിയിരുന്നു. അതുകൊണ്ടാണ് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമെന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടാവരലിൻ്റെ നഖത്തിൻ്റെ നിറമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു തരണം. മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും പോലെയുള്ള നടത്തമായിരുന്നു. കഅന്നമായൻഹത്തു മിൻ സമമിൻ, ഒരു ചെറിയ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ബാക്കിക്ക് ഇങ്ങനെ കൈയ്യെട്ടിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 2-മത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ. 3-മത്തെ കാര്യം
അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മൂന്നാമത്തെ കാര്യം, സ്വാലിഹീങ്ങളായ ആളുകളുടെ അർവാഹുകൾ, ഔലിയാക്കന്മാരായ ആളുകളുടെ അർവാഹുകൾ, അബ്ദാലന്മാരും കുത്തുബുകളുമായ ആളുകൾ, ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്വാലിഹീങ്ങൾ എല്ലാവരും രാത്രിയിൽ മദീനയിലേക്ക് സഞ്ചരിക്കും. മദീനയാണ് അഭയകേന്ദ്രം. അപ്പം രാത്രിയായി കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ അർവാഹുകൾ, അബ്ദാലന്മാരായ ആളുകൾ, കുത്തുബുകൾ എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ മദീനയിലേക്ക് പോകും. ആ യാത്ര രാത്രിയുടെ ആദ്യ ഭാഗത്തായിരിക്കും. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെയാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, രാത്രിയിൽ നേരത്തെ ഉണരുന്നവരാണ് പുണ്യനബിയെ സ്വപ്നത്തിൽ കാണുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സാലിഹീങ്ങളുടെ അർവാഹുകൾ മദീനയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ആത്മാക്കളെയും മദീനയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ സമയം ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകൾ കഴിഞ്ഞ് അത്യാവശ്യമായ ഔറാദുകൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് എത്ര നേരത്തെ ഉറങ്ങാൻ കഴിയുമോ അത്രയും നേരത്തെ ഉറങ്ങുന്നവരെയാണ്, അവരുടെ അർവാഹുകളെയാണ് അബ്ദാലന്മാരും അർവാഹുകളും മദീനയിലേക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യമാണ് സ്വലാത്തിനെ അധികരിപ്പിക്കൽ. അങ്ങനെ എന്താ പറയാൻ കാരണം എന്നറിയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കലില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ആരും കാണലില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം നബി തങ്ങളുടെ മുതുകത്തുണ്ട്, പക്ഷെ ആരും കാണലില്ല. ചുമലിൽ പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഖാത്തമുൻ നുബുവ എന്ന് പറയുന്ന നുബുവത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീലായിട്ട് പൂർവ്വകാല വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നബി തങ്ങളുടെ ചുമലിലുണ്ട്, മുതുകത്തുണ്ട്, പക്ഷെ ആരും കാണൂല. ഇതാണ് ഇനി സൽമാൻ ഫാരിസിക്ക് നോക്കാനുള്ളത്. എങ്ങനെ കാണും? പല വഴിയും നോക്കി കാണൂല. അവസാനം പ്രമുഖനായ ഒരു സ്വഹാബി വര്യൻ മരണപ്പെട്ടു. മരണപ്പെട്ടോടത്ത് സൽമാൻ ചെന്നിട്ട് ഇങ്ങനെ നിന്നു. നബി തങ്ങൾ വരുന്നുണ്ടോ, മയ്യത്ത് കബർക്കിറക്കാൻ കൂടലുണ്ട് എന്ന് പറഞ്ഞേക്കലുണ്ട്, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ സംസ്കാരത്തിന് വന്നു. കബർ കളക്കാൻ തന്നെ ഉണ്ട്, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. കബർ കളക്കാൻ നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ കുപ്പായം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സൽമാൻ ഖബറിൻ്റെ 4 ഭാഗവും നടന്നിട്ട് ഇങ്ങനെ കുപ്പായത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കി, കാണാണ്ടോന്ന്. ഒന്നും കാണാനില്ല. മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞ് സ്വഹാബത്ത് പിരിയാൻ തുടങ്ങി. ഏകദേശം ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ അടുത്തേക്ക് പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് കുപ്പായത്തിൻ്റെ കുടുക്ക അയച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇതല്ലേ ഇജ്ജാ നോക്കണ സാധനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ യജമാനനായ ജൂതൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു. രാത്രിയും പകലുമില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു. എല്ലുമുറിയെ അധ്വാനിക്കണം. കൂലിയില്ല, മര്യാദക്ക് ഭക്ഷണമില്ല, ആകെ അടങ്ങറായി. ഒരു ദിവസം മുത്തുനബിയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് അടിമത്ത മോചനം നേടണം നബിയേ എന്ന് പറഞ്ഞു.